അത് പറഞ്ഞതിന് പേരിൽ രാജു എബ്രഹാമിനെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും എല്ലാം അപവാദങ്ങൾ പ്രചരിപ്പിക്കുക, സൈബർ അറ്റാക്ക് അദ്ദേഹത്തിനെതിരെ നടത്തുക. ഇത് ഞങ്ങൾ പറയണ്ടേ? ഞാൻ ചോദിച്ചു, ഇത് ഞങ്ങൾ പറയണ്ടേ? ഞങ്ങളല്ലാതെ ആര് പറയും? ഞങ്ങൾ പറയുന്നത് എന്തിനാ? ഇതിനി ഭാവിയിൽ ആവർത്തിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ്. ഈ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഭാവിയിൽ ആവർത്തിക്കപ്പെടരുത്. എത്രമാത്രം നിശ്ചയിക്കാൻ കഴിയുമോ? റാന്നിയിലെ കടക്കാരുടെ നഷ്ടം നിശ്ചയിക്കാൻ കഴിയുമോ? ഞാൻ ഒരു സർവീസ് സെന്ററിൽ കിടന്ന വാഹനം എടുത്ത് കണക്ക് 10-25ഓളം വാഹനം മുഴുവൻ വെള്ളത്തിൽ നശിച്ചില്ലേ? കടകളെല്ലാം തകർന്നില്ലേ? ഇങ്ങനെ കാട്ടുന്ന ഇത്തരം നെറികേടിന്റെ എല്ലാം തെറ്റുകളുടെ എല്ലാം ഉത്തരവാദിത്തം ആ പാവപ്പെട്ട കച്ചവടക്കാർ ഏറ്റെടുക്കണോ? സ്വതന്ത്രമായ സമഗ്രമായ ഒരു അന്വേഷണം ഇത് സംബന്ധിച്ചുണ്ടാവണം. ഈ പറയുന്ന ഡാം തുറന്നുവിട്ടതുമായി ബന്ധപ്പെട്ടും ഈ പ്രളയത്തിനും സംബന്ധിച്ച് ആരാണ് ഉത്തരവാദി? സ്വതന്ത്രവും സമഗ്രവുമായ ഒരു അന്വേഷണം ഉണ്ടാവണം. അതുണ്ടാവേണ്ടത് ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 18 വെള്ളം കയറി രക്ഷപ്പെട്ടവരെ പിന്നെയും ഈ അവസ്ഥയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിന് ഉള്ള ഒരു പ്രവർത്തനം ഉണ്ടാവണം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നതെല്ലാം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നാടകങ്ങളാണ്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നാടകങ്ങളാണ്. നിങ്ങൾ കണ്ടില്ലേ? ഇപ്പോൾ ആറന്മുളയിൽ അതായിരുന്നു ഷോ എങ്കിൽ നേരെ റാന്നിയിൽ ചെന്ന അടുത്ത ഷോ പാവങ്ങളെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ, KPCC പ്രസിഡന്റ് അല്ലല്ലോ, സകലമാന കോൺഗ്രസ് നേതാക്കന്മാരെയും വിളിച്ചു നിർത്തി എന്നിട്ട് അപേക്ഷ സ്വീകരിക്കുക. ബഹുമാനപ്പെട്ട ജില്ലാ ദുരന്ത നിവാരണത്തിന്റെ ചെയർമാൻ ജില്ലാ കളക്ടർക്ക് 7 അയലത്ത് അവിടെ എത്താൻ വേണ്ടി കഴിയുന്നില്ല. കാരണം അത്രമാത്രം ഇടിയാ. അതെല്ലായിടത്തും ഇത് തന്നെയാ സ്ഥിതി. ഇങ്ങനെ വേണോ, ഇതാണോ എന്ന് ജനം വിലയിരുത്തട്ടെ. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങേയറ്റം മോശപ്പെട്ട സമീപനമാണ് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അന്ന് ഹെലികോപ്റ്ററിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഇടത്ത് സൈഡിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു. ഒരു ദുരന്ത മുഖത്ത് നമ്മൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനെയല്ല നടപടികൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഇത് തിരുത്താൻ ഇനിയെങ്കിലും ഇത് തിരുത്തുന്നതിനു വേണ്ടി കോൺഗ്രസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഗവൺമെന്റും തയ്യാറാവണം. ഇനിയെങ്കിലും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഇവിടെ ഉണ്ടല്ലോ, ഇനിയെങ്കിലും അദ്ദേഹം ഈ കോന്നിയിലെ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി തയ്യാറാവണം. ഇതാണ് സൂചിപ്പിക്കാനുള്ളത്. യെസ്, എല്ലാം വ്യക്തമായില്ലേ? ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്കുണ്ടായ തിക്താനുഭവം അത് വിവരിക്കുക മാത്രമാണ് ഈ സമയത്ത് ചെയ്തത്. അതും പലതും അനുഭവം ഉണ്ടായപ്പോഴും മിണ്ടാതിരുന്നു. പക്ഷെ എനിക്ക് വോട്ട് ചെയ്ത ആളുകളെ മാത്രമല്ല, കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകളെ ഉൾപ്പെടെ കോന്നിയെ ആകെ അപമാനിക്കുന്ന നിലയിലേക്ക് അദ്ദേഹം മാറിയപ്പോഴാണ് ഞാൻ ഇത്രയും പ്രതികരണത്തിന് ഈ ഘട്ടം തയ്യാറായത്. MP എവിടാണു, എന്തായിരുന്നു എന്നൊക്കെ എന്തായാലും നമ്മളെല്ലാവരും എവിടെയായിരുന്നു എന്ന് ജനം വീക്ഷിച്ചുകൊണ്ടിരിക്കുക. അവരെല്ലാം അത് വിലയിരുത്തട്ടെ എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഞാൻ ചോദിച്ചേ, ഇപ്പോൾ പലയിടത്തും പറയുന്ന കണക്ക് ശരിയേ അല്ല, ഇവരെല്ലാം പറയുന്ന കണക്ക് ശരിയേ അല്ല. ഫീൽഡിൽ നിങ്ങൾ കണക്കെടുക്കണം. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, കണക്കെടുക്കണമെങ്കിൽ ഫീൽഡിൽ ഓഫീസർമാർ വേണ്ടേ? പഞ്ചായത്ത് സെക്രട്ടറിമാരില്ല, വില്ലേജ് ഓഫീസർമാരില്ല. ഈ ഒരു മാസം തന്നെ
ആരോഗ്യവകുപ്പ് നമുക്കറിയാം, നമ്മുടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആകെ നടത്തേണ്ടതാണ്. 10 ഉത്തരവുകളിലായി ഏകദേശം 700ഓളം ട്രാൻസ്ഫറുകളാണ് ആരോഗ്യവകുപ്പിൽ മാത്രം നടന്നത്. എല്ലാ വകുപ്പിലും, തദ്ദേശ സ്വയംഭരണ വകുപ്പിലും ഉൾപ്പെടെ എല്ലാ വകുപ്പിലും കൂട്ട സ്ഥലം മാറ്റങ്ങളുടെ ഒരു പ്രവർത്തനം മാത്രമാണ് ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് പലയിടത്തും ആളില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇത്ര മഴ വരുന്നു എന്ന സമയത്ത് ഡാം സേഫ്റ്റിയുടെ, അത് 7 ഡാമുകളുടെ ചുമതലയുള്ള ഡാം സേഫ്റ്റി കക്കാട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇല്ലെന്നേ. ചീഫ് എഞ്ചിനീയർ കഴിഞ്ഞ ആഴ്ച ഒരാൾ വന്നു, അദ്ദേഹത്തിന് ഈ ഡാം എന്താന്ന് പോലും അറിയില്ല. അപ്പൊ അങ്ങനെ ഉദ്യോഗസ്ഥന്മാരില്ല, പലയിടത്തും ഉദ്യോഗസ്ഥന്മാരില്ല. ഇത് ഇവരിങ്ങനെ മീഡിയ കൂട്ടി ഷോ കാട്ടി പോകുന്നു. ഫീൽഡിൽ എല്ലാ ക്രമീകരണവും കോന്നി ഞങ്ങൾ ചെയ്ത്, എങ്ങനെയാ നാട്ടുകാരിറങ്ങി ചെയ്ത്? നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ പോയില്ലേ പലയിടത്തും? വെള്ളം കയറിയ വീടുകൾ, ആ വെള്ളം കയറിയ വീടുകളെല്ലാം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മറ്റെല്ലാവരും ഉണ്ട് കേട്ടോ, ക്ലീൻ ചെയ്തു, വൃത്തിയാക്കി, റോഡുകൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വകയാർ സെക്ഷനിൽ ആകെ 6 ജീവനക്കാരാണ് ഉള്ളത് ഡ്യൂട്ടിക്ക്. അവരെല്ലാം 300 പേര് വന്നാൽ ചെയ്തു തീർക്കാൻ കഴിയാത്ത ജോലികൾ വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാശമുണ്ടായി. ചെയ്യണമെങ്കിൽ മുമ്പ് സ്വീകരിച്ച സമീപനങ്ങളുണ്ടല്ലോ, ആ സമീപനം സ്വീകരിക്കേണ്ടത്. എന്തിനാണ് ജനങ്ങളെ വെല്ലുവിളിക്കുന്നത്? 102 സീറ്റ് നൽകിയത് കൊണ്ടാണോ? പത്തനംതിട്ട ജില്ലയിലെ 4 സീറ്റ് നൽകിയതുകൊണ്ടാണോ നിങ്ങൾ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത്? മുഖ്യമന്ത്രി, അപമാനകരമാണ്, അംഗീകരിക്കാൻ കഴിയില്ല, അപമാനകരമാണ്. ഇത് കോർഡിനേഷൻ ചെയ്യുമ്പോൾ, യോഗം ചേരുമ്പോൾ ജില്ലയിലെ MLA-മാർ ഒരാളെ മാത്രം മാറ്റി നിർത്തുന്നത് എന്തിനാ? അപ്പോൾ അത് വളരെ അംഗീകരിക്കാൻ കഴിയാത്ത, ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ ഒരിക്കലും യോജിക്കാത്ത പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവണിപ്പാറ നമ്മൾ നിർമ്മാണം ആരംഭിച്ചു. മഴ ആയതുകൊണ്ട് ഇപ്പോൾ ചെയ്യാൻ കഴിയില്ല. എന്തായാലും വളരെ വേഗം തന്നെ ആവണിപ്പാറ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കും. അല്ല, അതിലാർക്കും അഭിപ്രായ വ്യത്യാസം? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, മുന്നൊരുക്കങ്ങൾ ഒരുപാടുണ്ട്. ഈ 18 പിന്നെ 26 വരെ ആവർത്തിക്കാതിരിക്കാൻ കാരണം ഒരുപാട് മുന്നൊരുക്കങ്ങളാണ്. ഇതെല്ലാം ഒഴുകിച്ചെന്ന്, ഇത് ഉത്ഭവിക്കുന്ന സ്ഥലം മുതൽ ഇതെല്ലാം ഒഴുകി ചേരുന്ന തോട്ടപ്പള്ളിയിലെ പുഴി, അത് വൃത്തിയാക്കുന്നത് വരെ, അത് മാറ്റുന്നത് വരെയുള്ള പ്രവർത്തനങ്ങളുണ്ട്. നിങ്ങൾ അന്വേഷിക്കേ, തോട്ടപ്പള്ളിയിലെ പുഴി ഇത്തവണ മാറ്റിയോ നിങ്ങൾ അന്വേഷിക്കേ, പുഴി മാറ്റിയോ നിങ്ങൾ അന്വേഷിക്കേ.